വനം വകുപ്പിനെതിരെ കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള മലയോര ജനതയുടെ പ്രശ്നങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ വകുപ്പിനാകുന്നില്ല എന്ന യോഗത്തിൽ വിമർശനമുയർന്നു. മലയോര ജനതയുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സമയബന്ധിതമായി പരിഗണിക്കണം. ക്ഷേമ പെൻഷനുകൾ ഉടൻ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയുണ്ടാകുമെന്നും അംഗങ്ങൾ വിമർശിച്ചു. LDF-ൽ പാർട്ടി തൃപ്തരാണെന്ന് ജോസ് കെ മാണി യോഗത്തിൽ പറഞ്ഞു. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, ഈ UDF-ലേക്ക് ക്ഷണമൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അപ്പോഴും LDF-ൽ തൃപ്തരാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്തൊക്കെ വിഷയങ്ങളിൽ അംഗങ്ങൾ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്? അമൃത, കേരള കോൺഗ്രസ് എമ്മിന്റെ സെക്രട്ടേറിയറ്റ് യോഗം കോട്ടയം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പുരോഗമിക്കുകയാണ്. ഈ യോഗത്തിലുണ്ടായ ചർച്ചയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമായും വനം വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മലയോര മേഖലയിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് വനം മന്ത്രിയുടെ പേരെടുത്തുള്ള വിമർശനം ഉന്നയിച്ചത്. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വന്യമൃഗ ശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നതിനും വനം മന്ത്രിക്കും വകുപ്പിനും കഴിയുന്നില്ല. മുഖ്യമന്ത്രി ഈ വകുപ്പ് ഏറ്റെടുക്കണം, അല്ലെങ്കിൽ സമയബന്ധിതമായി കാര്യങ്ങൾ നിർവഹിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇടപെടണമെന്നുള്ള ആവശ്യമാണ് ചില അംഗങ്ങൾ ഉന്നയിച്ചത്. അതോടൊപ്പം ക്ഷേമ പെൻഷനുകൾ അടിയന്തരമായി വർദ്ധിപ്പിച്ചില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യവും ചില അംഗങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മുൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടുള്ള ചർച്ചകളടക്കം പുരോഗമിക്കുകയാണ്. നേരത്തെ തന്നെ ജോസ് കെ മാണി ഈ സമ്മേളനത്തിന് മുന്നോടിയായി ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം നടത്തിയായിരുന്നു. എന്തായാലും മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊന്നും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖവുരയായി തന്നെ ഇപ്പോൾ LDF-ൽ പാർട്ടി തൃപ്തരാണ് എന്നുള്ള കാര്യം ജോസ് കെ മാണി അംഗങ്ങളെ അറിയിച്ചുകൊണ്ടുകൂടിയാണ് ആമുഖ പ്രസംഗം തുടങ്ങിയത്. തുടർന്നായിരുന്നു അംഗങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടന്നത്. ഇപ്പോഴും ചർച്ച പുരോഗമിക്കുകയാണ്. എന്തായാലും മലയോര മേഖലയിൽ ഉൾപ്പെടുന്നുള്ള പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കൂടുതൽ സീറ്റുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെടും. അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള UDF-ന്റെ പരോക്ഷമായ ചില ക്ഷണത്തെയും അദ്ദേഹം വിമർശിച്ചു. പ്രധാനമായും ഇപ്പോൾ UDF മുന്നണി വിപുലപ്പെടുത്തണമെന്ന് അവർ LDF-ലെ കക്ഷികളെ തേടി ചില നേതാക്കൾ നടത്തുന്ന പ്രതികരണം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ മൊത്തത്തിലുള്ള വിലയിരുത്തലല്ല എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കൂടുതൽ കക്ഷികളെ LDF-ൽ നിന്നും അടർത്തി മാറ്റാൻ എടുക്കുന്ന ശ്രമങ്ങൾ നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ അത്തരത്തിലുള്ള മുന്നണി മാറ്റ ചർച്ചകളൊന്നും ഇല്ല എന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ജോസ് കെ മാണി അക്കാര്യം പരസ്യമാക്കുകയും ചെയ്തു. എന്തായാലും വൈകുന്നേരം ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ജോസ് കെ മാണി മാധ്യമങ്ങളെ കണ്ടേക്കും, അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പ് രൂപത്തിൽ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ തീരുമാനങ്ങൾ അറിയിക്കും. എന്തായാലും വനം വകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയും പേരെടുത്തുള്ള വിമർശനങ്ങളാണ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായതെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അമൃത. ശരി, ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.